എന്തെന്നാൽ എനിക്കു വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ധനചിന്തകളിലും സ്വാർത്ഥ വിചാരങ്ങളിലും ജീവിക്കുന്ന ഒരു വലിയ ലോകത്തിന് മുഴുവൻ കരുണയുടെ, നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃകയായി തീർന്ന മഹാത്മാവ്. തകർന്നടിഞ്ഞുപോയ ഒരു വലിയ സമൂഹത്തിന് സാന്ത്വനമേകുവാൻ അനേകായിരങ്ങളുടെ ഹൃദയത്തിൽ മന്ത്രിച്ച പുണ്യവതി മദർ തെരേസ. കൽക്കട്ടയുടെ തെരുവോരങ്ങളിൽ പതിച്ച നിശബ്ദമായ പാദസ്പർശം ലോകമെങ്ങും കാരുണ്യത്തിൻ്റെ പെരുമ്പറയായി മുഴങ്ങി. മദർ ഒരു ഇതിഹാസമായി മാറി. 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലഘട്ടത്തിൽ തുടക്കം കുറിച്ച മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന മഹത്തായ പ്രേഷിത സമൂഹത്തിന് ഇന്ന് ശാഖകൾ പലതാണ്. സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും കാരുണ്യ സമൂഹങ്ങൾക്കും പ്രാർത്ഥനാ സമൂഹങ്ങൾക്കും പുറമെ മിഷണറീസ് ഓഫ് ചാരിറ്റി സമൂഹത്തിൽ വൈദികരുമുണ്ട്. ഈ സമൂഹങ്ങളെല്ലാം ലോകമെമ്പാടും കാരുണ്യ പ്രവൃത്തികളുടെയും സമാധാന സംസ്ഥാപനത്തിൻ്റെയും കാര്യത്തിൽ നിർണായക സ്വാധീനമായി തീർന്നിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ അളവറ്റ സ്നേഹത്തിൻ്റെയും ദൈവപിതാവിൻ്റെ പരിധികളില്ലാത്ത കാരുണ്യത്തിൻ്റെയും വറ്റാത്ത പ്രവാഹമായി ഈ പ്രേഷിത സമൂഹം മാറിയിരിക്കുന്നു. ആയിരത്തി 1960കളുടെ ആരംഭത്തിലാണ് മദറിൻ്റെ മനസ്സിൽ സഹോദരന്മാർക്കു വേണ്ടിയുള്ള ഒരു സമൂഹം ആരംഭിക്കണമെന്ന ആശയം പരിശുദ്ധാത്മ പ്രേരിതമായി രൂപപ്പെടുന്നത്. അതിനു മുൻപ് തന്നെ അനേകം സഹോദരന്മാർ സിസ്റ്റേഴ്സിനൊപ്പം ചേർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിലും അവർ വേറിട്ടൊരു സമൂഹമായി പ്രവർത്തനം ആരംഭിച്ചിരുന്നില്ല. ആ കാലഘട്ടത്തിലാണ് ഓസ്ട്രേലിയ സ്വദേശിയായ ഫാദർ ഇയാൻ ട്രാവേഴ്സ് ബാൾ എന്ന ചെറുപ്പക്കാരനായ ഒരു ജസ്യൂട്ട് വൈദികൻ അല്പകാലം മദറിനൊപ്പം പ്രവർത്തിക്കുന്നതിനായി കൽക്കട്ടയിലെത്തുന്നത്. മദറിലൂടെ വെളിപ്പെട്ട ദൈവഹിതം മനസ്സിലാക്കി തുടർകാലങ്ങളിൽ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ അംഗമായി മാറിയ അദ്ദേഹം പിൽക്കാലത്ത് ബ്രദർ ആൻഡ്രൂ എന്നറിയപ്പെട്ടു. ഒരു വലിയ പ്രേഷിത സമൂഹത്തിൻ്റെ ശാഖയായി സഹോദരന്മാരുടെ സമൂഹം സ്ഥാപിക്കപ്പെട്ടപ്പോൾ ആദ്യ സുപ്പീരിയറായി നിയോഗിക്കപ്പെട്ടത് അദ്ദേഹമായിരുന്നു. മിഷണറീസ് ഓഫ് ചാരിറ്റി സഹോദരന്മാരുടെ സഹസ്ഥാപകനായി അദ്ദേഹം അറിയപ്പെടുന്നു. മെയിലായിട്ടുള്ള ആളുകളെ ശുശ്രൂഷിക്കുന്നതിന് സിസ്റ്റേഴ്സിന് പലപ്പോഴും ചില സമയങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് ബ്രദേഴ്സിൻ്റെ ഒരു സ്ഥാപനം ആരംഭിക്കണമെന്ന് കുറേ കാലമായി മദർ ഇങ്ങനെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ അന്ന് ഈ ഒരു വുമനായിട്ടെന്ന് പറഞ്ഞാൽ ലേഡി ആണുങ്ങളെ അങ്ങനെ ലീഡ് ചെയ്യാനുള്ള അനുവാദമില്ല സഭയ്ക്ക്. കാരണം സിസ്റ്റർ ആഗ്നസ് ആയിരുന്നു മദർ തെരേസയ്ക്ക് അത് സാധിച്ചില്ല. അതുകൊണ്ട് ഒരാളെ കിട്ടാനും വേണ്ടി മദറും പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പൂനെയിൽ വെച്ചൊരു കോൺഫറൻസിൽ വെച്ച് ഒരു ജെസ്യൂട്ട് സ്ഥാപനത്തിൽ ജീശോ സഭയിലെ ഒരു യങ് വൈദികനെ കാണാനിടയായി. ആ വൈദികനോട് ഇക്കാര്യം മദർ സൂചിപ്പിക്കുകയും അതുപോലെ തന്നെ ആ സഹോദരൻ, ആ ജെസ്യൂട്ട് അച്ഛൻ
ഈ മിഷനറി ചാരിറ്റി സിസ്റ്റേഴ്സിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഒരു മാസത്തെ എക്സ്പെരിമെൻറ്റിന് വേണ്ടി വന്നിരുന്നു. ഒരു മാസം എക്സ്പീരിയൻസിൽ വന്ന സമയത്ത് മദർ ഈ കാര്യങ്ങൾ വേണ്ടി സൂചിപ്പിച്ചു. അങ്ങനെ ഈ ലൈഫിനെക്കുറിച്ച് ഈ ബ്രദർ ആൻഡ്രൂ ഇയാൻ ട്രാവേഴ്സ് ബാൾ എന്ന് പറഞ്ഞ ഓസ്ട്രേലിയൻ മിഷനറി ആയിരുന്നു ആ ജെസ്യൂട്ട് അച്ഛൻ. ആ വൈദികൻ തിരിച്ചുപോയി. അതുപോലെ ഇതിൻ്റെ ഞങ്ങളുടെ ജോലിയെക്കുറിച്ച് താല്പര്യമുണ്ടായി. ഒരു മാസം നിന്ന് അച്ഛൻ വീണ്ടും സഭയിൽ നിന്ന് അധികാരികളുടെ അനുവാദം ചോദിച്ച് ഒരു വർഷത്തേക്ക് തുടരുകയാണ് ചെയ്തത്. അതിനുള്ളിൽ ഈ മദേഴ്സിനെ ലീഡ് ചെയ്യാനുള്ള ഒരു വില്ലിങ് ഈ അച്ഛൻ പ്രകടിപ്പിക്കുകയും അങ്ങനെ മദറിന് സന്തോഷമായി. അങ്ങനെ മദർ അവിടെ ചേർന്ന് വീണ്ടും അല്പകാലത്തെ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഇവാൻ ട്രായേഴ്സ് ബാൾ എന്ന് പറഞ്ഞ ഈ ഫാദർ സ്വീകരിച്ച പേര് ബ്രദർ ആൻഡ്രൂ. വൈദികനായിരുന്നെങ്കിലും എന്നെ ബ്രദർ എന്ന് വിളിച്ചാൽ മതി. അങ്ങനെ ബ്രദർ മിഷനറി ചാരിറ്റി ബ്രദേഴ്സ് എന്ന ആ സ്ഥാപനം തുടങ്ങാനായിട്ട് മദറിനോട് കൂടി ഫൗണ്ടറായിട്ട് സഹസ്ഥാപകനായിട്ട് ഈ ബ്രദർ ആൻഡ്രൂ നിന്നു. അങ്ങനെ 1963 മാർച്ച് 25 മിഷനറി ചാരിറ്റി ബ്രദേഴ്സ് സ്ഥാപനം മദറിനോട് ചേർന്നുകൊണ്ട് ബ്രദർ ആൻഡ്രൂ ചേർന്ന് അങ്ങനെ മിഷനറി ചാരിറ്റി ബ്രദേഴ്സ് ആരംഭം കുറിച്ചു. ഇന്ന് അരനൂറ്റാണ്ട് പിന്നിട്ട സഹോദരന്മാരുടെ ഈ ഉപവി സമൂഹത്തിന് 70ഓളം കാരുണ്യ ഭവനങ്ങൾ ലോകമെമ്പാടുമുണ്ട്. 1967 ഈ സമൂഹത്തിൻ്റെ ഭാഗമായി തീർന്ന ബ്രദർ തോമസ് തൻ്റെ 80-ാം വയസ്സിലും ആദ്യ കാലഘട്ടത്തിൻ്റെ ദീപ്തമായ സ്മരണകളിൽ ജീവിക്കുന്നു. അതുല്യമായ ഈ സേവന മേഖലയും അനുഗ്രഹീതമായ അന്തരീക്ഷവും സർവോപരി മദർ തെരേസയുടെ സാമീപ്യവും തനിക്കും മറ്റനേകർക്കും പ്രചോദനം പകർന്നിരുന്നുവെന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു. ഞാൻ ചേരുന്ന 67 ഫെബ്രുവരി, ബിഗിനിങ് ഓഫ് 67 ഫെബ്രുവരി. സൊസൈറ്റി തുടങ്ങുന്നത് 1963 മാർച്ച് 25, 63 മാർച്ച് 25. ഞാൻ 67 വന്നു. ഞാൻ ചേരുമ്പോൾ 16 ബ്രദേഴ്സുണ്ട്. ഇപ്പം 16 പേരിൽ ഒരാൾ ബാക്കിയുണ്ട്. എൻ്റെ നമ്പർ 17. അപ്പോൾ 16 പേരിൽ ഒരാളുണ്ട്. എൻ്റെ സീനിയറായിട്ട് ഒരു ബ്രദറുണ്ട്. അത് കൽക്കട്ടയിലാണ്, ജാർഖണ്ഡിലാണ്. ആദ്യം ഓരോ ഹൗസുകളുണ്ടായിരുന്നു കൽക്കട്ടയിൽ. പിന്നെ ബ്രാഞ്ച് ഹൗസ് തുടങ്ങി. ഡണ്ടം, ഔറ, അങ്ങനെ പല ബ്രാഞ്ചുകൾ തുടങ്ങി. കൽക്കട്ട ഭാഗത്ത് തന്നെ. കേരളത്തിലെ ആദ്യത്തെ ഹൗസ് ഈ കോഴിക്കോട് 74 സൗത്ത് ഇന്ത്യയിൽ ഇതാ ആദ്യത്തെ ഹൗസ്. പിന്നെ വിജയവാഡ, കൽക്കട്ടയിൽ തന്നെ ബീഹാർ ആ ഭാഗങ്ങളിലൊക്കെ വ്യാപിച്ചു. ഇപ്പം ലോകമൊട്ടുക്ക് 70 ഹൗസ്, 70 കമ്മ്യൂണിറ്റി ഉണ്ട്. 70. 1948 മുതൽ 1980 വരെ കോഴിക്കോട് രൂപതയുടെ അധ്യക്ഷനായിരുന്ന ബിഷപ്പ് ആൽദോ മരിയ പത്രോണിയുടെ ക്ഷണമായിരുന്നു മിഷണറീസ് ഓഫ് ചാരിറ്റി ബ്രദേഴ്സിനെ കോഴിക്കോട് നഗരത്തിലെത്തിച്ചത്. പിതാവിൻ്റെ അഭ്യർത്ഥന പ്രകാരം 1974 കോഴിക്കോട് ഒരു ഭവനം ആരംഭിക്കുവാൻ അവർ നിശ്ചയിച്ചപ്പോൾ അത് ഈ സമൂഹത്തിൻ്റെ ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യ ഭവനമായിരുന്നു. ദീനസേവാ സഭാംഗങ്ങളായ സന്യാസിനികൾ നടത്തിവന്നിരുന്ന ഒരു അഗതി മന്ദിരം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ സഹോദരന്മാർ കോഴിക്കോട് വെള്ളിമാട് കുന്നിൽ മേഴ്സി ഹോം ആരംഭിച്ചത്. കോഴിക്കോട് രൂപതയുടേതായിരുന്ന ഈ സ്ഥലവും അന്നുണ്ടായിരുന്ന ചെറിയ കെട്ടിടവും ബിഷപ്പ് പത്രോണി മിഷണറീസ് ഓഫ് ചാരിറ്റിയെ ഏൽപ്പിക്കുകയായിരുന്നു. മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായ പിതാവ് ആ സമൂഹത്തിൻ്റെ സാന്നിധ്യം തൻ്റെ ദേശത്തിന് മുതൽക്കൂട്ടാവുമെന്ന് ഗ്രഹിച്ചിരുന്നു. 1974 ഞങ്ങൾ അന്ന് കോഴിക്കോട് ബിഷപ്പായിരുന്ന പത്രോണി പിതാവിൻ്റെ ക്ഷണം മരിച്ച് ഞങ്ങൾ കോഴിക്കോട്ട് വന്നു. ആദ്യം ഞങ്ങൾ പത്രോണി നഗർ എന്നൊരു സ്ഥലം, ഒരു 50 വീടുണ്ട് അവിടെ. പത്രോണി നഗർ എന്ന് പറയും. ഇത് പത്രോണി പിതാവിൻ്റെ നാമത്തിൽ ഇട്ടിരിക്കുന്ന പേര്. 50 ഹൗസുകളുണ്ട് അവിടെ. അവിടെ ഞങ്ങൾ ഇന്ദിര ഹാൾ എന്ന് പറഞ്ഞൊരു ഹാളുണ്ട്. അവിടെ ഞങ്ങൾ താമസിച്ച് 6 മാസം. എന്നിട്ട് പിന്നെ ഇവിടെ എന്നാലും ദീനസേവാ സഭക്കാർ ഈ ഹോം നടത്തുന്നുണ്ടായിരുന്നു. ഒരു 10-25 അപ്പാപ്പന്മാരുണ്ട്. ഓൾഡ് പീപ്പിൾ, വെരി ഓൾഡ് പീപ്പിൾ. അപ്പാപ്പന്മാർ നടത്തിക്കൊണ്ടിരുന്നു.
പിന്നെ അവർ ഇതെല്ലാം ഈ ജംഗിളാണ്. ഈ പ്രദേശത്തുള്ള ഇത് 40 ഏക്കർ സ്ഥലമുണ്ട്. മോസ്റ്റ് ഓഫ് ദ ഫോറസ്റ്റ്. അവർക്ക് ബുദ്ധിമുട്ടായി, അപ്പാപ്പന്മാരെ നോക്കാൻ, പെണ്ണുങ്ങളല്ലേ. അതുകൊണ്ട് പത്രോനെ പിതാവ് ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങോട്ട് എടുത്തു, ഈ ഓം നിങ്ങളെടുത്തോളാൻ പറഞ്ഞു. പത്രോനെ ഞങ്ങൾക്ക് ഉറക്കില്ല. അവിടെ 50 വീട്ടുകാർ ഒരുമിച്ച് താമസിക്കാൻ ഞങ്ങൾക്ക് ഇത്ര സൗകര്യമില്ല ഇവിടെ. പിന്നെ ഞങ്ങൾ 75 ഇവിടെ വന്നു. ആദ്യം 75 ഇവിടെ വന്നു ഞങ്ങൾ തുടങ്ങി. അങ്ങനെ തുടർന്നുകൊണ്ട് പോകുമ്പോഴാണ് വീണ്ടും പല സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനെ അനാഥരായിട്ടുള്ള എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടതായ മക്കളെ, സഹോദരങ്ങളെ അല്ലെങ്കിൽ അപ്പച്ചന്മാരെ കണ്ടുപിടിക്കാൻ സാധിച്ചു. അങ്ങനെ അവർ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു. പലപ്പോഴും അവർക്ക് വലിയ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെയും അങ്ങനെ പലവിധത്തിലുള്ള ക്ഷീണത്തോടുകൂടിയാണ് വരിക. കാരണം വീട്ടിൽ നിന്ന് എല്ലാവരും ഉപേക്ഷിച്ചവരാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. മാതാപിതാക്കൾ അല്ലെങ്കിൽ മക്കൾ ഉപേക്ഷിക്കപ്പെട്ടവരാണ്. അങ്ങനെ ചിലപ്പം തെരുവുകളിലുള്ളവരാണ് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്ന് ശുശ്രൂഷിക്കുകയും ഞങ്ങളുടെ എയിമെന്ന് പറയുമ്പോൾ ഇതാണ്, ഞങ്ങൾ സീയിങ് ലവിങ് ജീസസ് ഇൻ ദ പൂവറസ്റ്റ് ഓഫ് ദ പൂവർ എന്ന് പറഞ്ഞാൽ ഇതിലൂടെ യേശുവിനെ, ഈ പാവപ്പെട്ടവരിൽ യേശുവിനെ കാണുവാനുള്ള, അതാണ് ഞങ്ങളുടെ സൊസൈറ്റിയുടെ മിഷൻ ചാരിറ്റി ബ്രദേഴ്സിൻ്റെ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിൻ്റെയും എയിം അതാണ്. അതുപോലെ തന്നെ അത് ഓൾ ഹാർട്ടഡ് ഫ്രീ സർവീസ്, ഓൾ ഹാർട്ടഡ് ഫ്രീ സർവീസ്. അപ്പോൾ മുഴുവൻ മനസ്സോടുകൂടി ഫ്രീ ആയിട്ട് ചെയ്യുവാനുള്ള അതാണ് ഞങ്ങളുടെ തീരുമാനം. എങ്ങനെയാണ് ആരംഭം മുതൽ ഏറ്റവും മാതൃകാപരമായിരുന്നു ഈ സഹോദരന്മാരുടെ ശുശ്രൂഷകൾ. മദർ തെരേസയുമായി അടുത്തിടപഴകുകയും മദറിൻ്റെ തീഷ്ണതയെയും നിസ്വാർത്ഥമായ പ്രവർത്തന സന്നദ്ധതയെയും സ്വാംശീകരിക്കുകയും ചെയ്തിരുന്ന സഹോദരന്മാരെല്ലാം അഗതികളായി തങ്ങളുടെ മുന്നിലെത്തുന്ന സകലരെയും ക്രിസ്തുവിനെ എന്നതുപോലെ ശുശ്രൂഷിച്ചു. രോഗാധിക്യത്താലും പ്രായാധിക്യത്താലും മരണത്തിൻ്റെ വക്കിലെത്തിയ അനേകരെ നല്ല മരണത്തിനായി ഒരുക്കുക എന്ന വലിയ ദൗത്യം എക്കാലവും മിഷണറീസ് ഓഫ് ചാരിറ്റിക്കുണ്ടായിരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 25-40 വാക്യങ്ങൾ നമുക്കറിയാം. ഞാൻ ഭക്ഷണമില്ലാത്ത നിങ്ങൾക്ക് ഭക്ഷണം തന്നു, ഞാൻ ദാഹിച്ചവനാണ്, എനിക്ക് കുടിക്കുവാൻ തന്നു, നഗ്നനായിരുന്നു, എന്നെ ഉടുപ്പിച്ചു, കാരാഗൃഹവാസിയായിരുന്നു, എന്നെ സന്ദർശിച്ചു, അതുപോലെ രോഗിയായിരുന്നു, എന്നെ സന്ദർശിച്ചു, നിങ്ങൾ ഈ ചെറിയവർ ഒരുവൻ ചെയ്തപ്പോൾ എനിക്ക് തന്നെ ചെയ്ത് എന്ന ആ യേശുവിൻ്റെ ആ വാക്യം, തിരുവചനം ഉൾക്കൊണ്ടുകൊണ്ടാണ് മദർ തെരേസ ഇത് ആരംഭിക്കുന്നത്. അങ്ങനെ ഇവിടെ കോഴിക്കോട് മേരിക്കുന്നിൽ 1974 ജൂൺ 27 ഈ മേഴ്സി ഹോം എന്ന സ്ഥാപനം ആരംഭിക്കുന്നത്. ഇത് വരുന്നവരിൽ പലരും തന്നെ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെയും അല്ലെങ്കിൽ വെള്ളം കുടിക്കാതെ അങ്ങനെ ആരോഗ്യം സൃഷ്ടിക്കപ്പെടാതെ കഴിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ ചിലരെങ്കിലും ഇവിടെ വന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം തന്നെ അല്ലെങ്കിൽ ചില 12 ദിവസങ്ങൾ മരിച്ചു പോകുന്നവരുണ്ട്. ഞങ്ങളുടെ വേറൊരു ഉദ്ദേശം എന്ന് പറയുമ്പോൾ അതാണ്, ഒരു ശാന്തിയായിട്ട് അല്ല സമാധാനത്തോട് മരിക്കുവാനുള്ള ഒരു അവസരം കൊടുക്കുക. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഉദ്ദേശം. അത് തന്നെയാണ് മദർ തെരേസ ആരംഭിച്ചത്. അത് തന്നെയാണ്. നമുക്കറിയാം, ജീവനിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ജീവൻ ഉള്ളിടത്തോളം കാലം ദൈവത്തിൻ്റെ ആത്മാവ് അതിൽ വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ ദൈവത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ അവരിൽ യേശു വസിക്കുന്നു, അല്ലെങ്കിൽ അവരും യേശുവാണ് എന്നുള്ള ആ ബോധ്യത്തോടു കൂടി അവരെ സ്വീകരിക്കാൻ ശുശ്രൂഷിക്കാനുമാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ഒരിക്കൽ മരണക്കിടക്കയിൽ കിടക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് മദർ തെരേസ അവരെല്ലാവരെയും കുളിപ്പിച്ച് അവരെല്ലാം മരണത്തിലേക്ക് നയിക്കാനായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ മദർ തെരേസ ആ മരണക്കിടക്കെടുക്കുന്ന രോഗിയുടെ കവിളിൽ തലോടുമ്പോൾ ആ ചുക്കിച്ചുളിഞ്ഞ ആ കൈകൾ സ്പർശിച്ചപ്പോൾ ആ വ്യക്തി മദർ തെരേസയോട് പറയുന്ന മനോഹരമായൊരു വാക്യമുണ്ട്. അമ്മയുടെ കൈവിരലുകൾ ഒരിക്കൽ കൂടി എൻ്റെ കവിളിലൂടെ ഒന്ന് തലോടാമോ എന്ന്. അതിലൂടെ ആ ദൈവത്തിൻ്റെ കരസ്പർശം ഞാൻ ഒന്നുകൂടെ അനുഭവിക്കട്ടെ എന്ന്. മദർ തെരേസയുടെ ഈ ഒരു അനുഭവം ഇന്നും ആധുനിക ലോകത്തിൽ കോഴിക്കോട് മേരിക്കുന്ന് മേഴ്സി ഹോമിലെ ബ്രദേഴ്സിലൂടെ ഒത്തിരിയേറെ മനോരോഗികൾക്കും അനാഥർക്കും കുഷ്ഠരോഗികൾക്കും പലവിധത്തിലുള്ള അനാഥത്വം അനുഭവിക്കുന്നവർക്കൊക്കെ താങ്ങും തണലുമായിട്ടുള്ള ഒരു കേന്ദ്രമായിട്ട് ഈ മേഴ്സി ഹോം മാറിക്കൊണ്ടിരിക്കുകയാണ്. മിഷണറീസ് ഓഫ് ചാരിറ്റി സഹോദരന്മാരുടെ എക്കാലത്തെയും സേവനങ്ങളെയും അതിലുപരി നിസ്വാർത്ഥ സ്നേഹത്തിൽ അധിഷ്ഠിതമായ മനോഭാവത്തെയും അടുത്തറിയുന്ന അന്തേവാസികൾക്ക് പങ്കുവയ്ക്കാനുള്ളതും
അവരുടെ പ്രവർത്തന തീഷ്ണതയെക്കുറിച്ചാണ്. സ്വന്തം കുടുംബാംഗങ്ങളെക്കാൾ കാരുണ്യത്തോടെ തങ്ങളെ പരിപാലിക്കുന്ന ഈ പ്രേക്ഷിതരെ അവർ സ്നേഹത്തോടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്നതിന് മുമ്പ് യു പിയിലുണ്ടായിരുന്നു. യു പിന്ന് എനിക്ക് സുഖമില്ലാണ്ട് മദ്രാസിൽ വരുന്നതിന് വഴിയിലാണ് ഞാൻ കൊച്ചിയിലിറങ്ങിയത്. കൊച്ചിയിലിറങ്ങി മദർ തെരേസയുടെ സ്ഥാപനത്തിൽ പോയി. അവിടെ ചെന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ മെഡിക്കൽ ടെസ്റ്റിൽ പോയി ഈ കാല് മുറിക്കേണ്ടി വന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ഈ കാല് മുറിക്കേണ്ടി വന്നു. അതിനുശേഷം 2.5 മാസത്തോളം ആസ്പത്രിയിലുണ്ടായിരുന്നു. അതിനുശേഷം 7 വർഷം കൊണ്ട് ഞാൻ ഈ സ്ഥാപനത്തിൽ ജീവിക്കുകയാണ്. എല്ലാവിധത്തിലും കിട്ടാനുള്ള സന്തോഷങ്ങൾ എനിക്കിവിടെ കിട്ടുന്നു. ചില സമയത്ത് ഞാൻ വിചാരിക്കും, എൻ്റെ സ്വന്തം വീട്ടിൽ ഇവിടെ ഞാൻ കിട്ടാൻ സാധ്യമില്ലാണ്ട്. ഇവിടുത്തെ ബ്രദേഴ്സാണെങ്കിൽ വളരെയധികം എസ്പെഷ്യലി വെരി കൈൻഡഡ് പീപ്പിൾ. പിന്നെ എന്തുകൊണ്ടും ഏതിനും ഒരു വിധത്തിലും ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടില്ല ഇവിടെ വന്നതിന് ശേഷം. ഇവിടെ എന്ന് പറഞ്ഞാൽ കൊച്ചിയിലുണ്ടായിരുന്ന സമയത്തും ഇവിടെയും ഒരു വിധത്തിലും ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടില്ല. എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകും, ചികിത്സ കൊടുക്കും, അവർ നോക്കും. സ്വാർത്ഥതയുടെയും ജീവിത വ്യഗ്രതയുടെയും തിരക്കേറിയ ജീവിത വീഥികളിൽ പലപ്പോഴും വിസ്മരിക്കപ്പെടുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്ന അനേകർ. മാനസികവും ശാരീരികവുമായ ബലഹീനതകൾ, കഠിനമായ രോഗാവസ്ഥകൾ എന്നിങ്ങനെ ദൗർബല്യങ്ങളുടെ നീർച്ചുഴികളിൽപ്പെട്ട് നിരാശരാകുന്ന അനേകർക്ക് എന്നും ആശ്രയമാണ് ഈ സമൂഹം. തങ്ങളുടെ പക്കലെത്തുന്നവരെ ആരോഗ്യം വീണ്ടെടുക്കുന്ന പക്ഷം കുടുംബാംഗങ്ങൾക്കൊപ്പമുള്ള ജീവിത സന്തോഷങ്ങളിൽ തിരികെ എത്തിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധരാണ് ഈ സമൂഹം. അത് പലരും നമുക്കറിയാം, ഇവിടെ വന്നതിന് ശേഷം ചിലർ 1 മാസം ഒക്കെ കഴിയുമ്പോൾ ചിലർ പിക്കപ്പ് ചെയ്യും. ഭക്ഷണം കഴിച്ച് ശുശ്രൂഷ ലഭിച്ച് കഴിയുമ്പോൾ അവർ നല്ല ഉഷാറാകുമ്പോൾ ഞങ്ങൾ തന്നെ ഇവിടെ സഹായിക്കുന്നുണ്ട്. അവർ ചിലരെങ്കിലും അവർ സഹായിക്കുന്നത് എങ്ങനെയാണ്, അവർ 1 മാസങ്ങൾ കഴിയുമ്പോൾ അവർ ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങളെ തന്നെ ജോലിയിൽ സഹായിക്കുന്നു. അതുപോലെ തന്നെ അനേകം മക്കൾ തിരിച്ചു പോയിട്ടുണ്ട്. 2 മാസം അല്ലെങ്കിൽ 5-6 മാസമൊക്കെ ജീവിച്ച് എല്ലാം ശരിയായി ട്രീറ്റ്മെൻറ്റെല്ലാം കൊടുത്ത് ഭക്ഷണം എല്ലാം റെഡിയായി കഴിയുമ്പോൾ അവർക്ക് പോകണമെന്നുള്ള ആഗ്രഹം പ്രകടിക്കുമ്പോൾ അവരെ ഞങ്ങൾ വിടാറുണ്ട്. തന്നെ പോകാൻ സാധിക്കുന്നവരെ, അല്ലാത്തവരെ ഞങ്ങൾ വീട്ടിൽ കൊണ്ട് എത്തിക്കാറുണ്ട്. കാരണം കുറേ കാലങ്ങൾ കഴിയുമ്പോൾ അവർ ആദ്യം പറഞ്ഞ ആ നിലയൊക്കെ മാറി അവർ സ്വന്തമായുള്ള അഡ്രസ്സൊക്കെ പറയാൻ അവർ ആരംഭിക്കും. അങ്ങനെ അവർക്ക് സ്വന്തമായ അഡ്രസ്സ് പറയാൻ സാധിക്കുമെങ്കിൽ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ തന്നെ ഞങ്ങൾ കൊണ്ടേയാക്കാനും പരിശ്രമിക്കാറുണ്ട്. അങ്ങനെ കുറേ പേരെ അങ്ങനെ തിരിച്ചു പോകുന്നു. ഇവിടെ അഡ്മിഷൻ പറയുമ്പോൾ ഇഷ്ടംപോലെ 10,000 ആളുകൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ളവർ 42 പേരാണ്. അങ്ങനെ വീടുകളിലേക്ക് പോകുന്നവർ, പിന്നെ ബാക്കിയുള്ളവർ മരിച്ച് സ്വർഗത്തിലേക്ക് പോകുന്നവരാണ്. മാനുഷികമായ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ സാധാരണക്കാർ സ്പർശിക്കുവാനും സമീപിക്കുവാനും മടിക്കുന്ന ഏറെ രോഗാവസ്ഥകളുണ്ട്. സകലരും അകറ്റി നിർത്തുന്ന ഇത്തരം അനേകായിരങ്ങളെ തങ്ങളുടെ ഹൃദയത്തോടടുപ്പിക്കുവാൻ ഈ സഹോദരർ മടി കാണിക്കാറില്ല. തങ്ങളുടെ ഏറ്റവും ചെറിയ ഈ സഹോദരന്മാർക്ക് ചെയ്തു കൊടുക്കുന്നതെല്ലാം ഈശോയ്ക്ക് തന്നെയാണ് ചെയ്തു കൊടുക്കുന്നതെന്ന തിരിച്ചറിവ് ഏറ്റവും പാവപ്പെട്ടവർക്കിടയിലേക്ക് ഇറങ്ങുവാൻ ഇവരെ പ്രേരിപ്പിക്കുന്നു. നമുക്കറിയാം, വഴിയിലും മഴക്കാലത്തും അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ജീവിക്കുമ്പോൾ അവർ എവിടെയെങ്കിലും മുറിവ് സംഭവിച്ചാൽ അത് ഇൻഫെക്ഷൻ ഉണ്ടായി ചിലപ്പോൾ പല അവസരങ്ങളിൽ ഞങ്ങൾക്ക് ലഭിക്കുന്നത് പുഴുക്കളിരിക്കുന്ന അവസ്ഥയിലാണ്. വ്രണം, കൈകളിലെ കാലുകൾ, ആ അവസ്ഥയിൽ കൊണ്ടുവന്ന് അവരെ ശുശ്രൂഷിച്ച് ഡ്രസ്സ് ചെയ്ത പുഴുക്കളെല്ലാം എടുത്തു കളഞ്ഞ് ചിലപ്പോൾ നമുക്കറിയാം. ഞാൻ തന്നെ ഒരു രോഗിയെ കൊണ്ടുവന്ന് കൽക്കട്ടയിലറിയാം. ഞങ്ങൾ 4 മണിക്കൂർ എടുത്തു അവരുടെ ആ സഹോദരൻ്റെ ശരീരത്തിൽ നിന്ന് പുഴുക്കൾ നീക്കം ചെയ്യുവാൻ വേണ്ടി.
4 മണിക്കൂർ ഡ്രസ്സ് ചെയ്ത് വിദേശ വാളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേര് കൂട്ടിയിട്ടാണ് 4 മണിക്കൂർ കൊണ്ട് ഇയാളെ ഒരുമാതിരി ഡ്രസ്സ് ചെയ്തെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത്. അങ്ങനെയുള്ള അവസരത്തെ ഞങ്ങൾ സ്വീകരിക്കാറുണ്ട്. അതുപോലെ നമുക്കറിയാം കേരളത്തിലും അവസ്ഥ വ്യത്യാസമല്ല. നമുക്കറിയാം ഒത്തിരി ആളുകളെ ഇങ്ങനെ സ്വന്തം മക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ ഉപേക്ഷിക്കുന്ന സഹോദരങ്ങളുണ്ട്, മക്കളുണ്ട്. അങ്ങനെ അവരെ സ്വീകരിക്കാനുള്ള മനസ്ഥിതി ഞങ്ങൾക്ക് ദൈവം തന്നു. അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നു. നമ്മുടെ കേരളത്തിലെ സ്ഥിതിയും അങ്ങനെയാണ്. ഇപ്പം പലരും മക്കളെ അല്ലെങ്കിൽ മാതാപിതാക്കളെ ഉപേക്ഷിക്കാനുള്ള ഒരു പ്രവണതയാണ്. അവരുടെ സൗകര്യാർത്ഥം മാത്രമാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അതുമാതിരി നമുക്ക് ഒത്തിരി സ്ഥാപനങ്ങൾ വളർന്നു വരുന്നുണ്ട്, നമുക്കറിയാം, തുടരുന്നുണ്ട് കേരളത്തിൽ. അങ്ങനെ ഒരു അവസ്ഥ സൃഷ്ടിക്കുന്ന അവസരത്തിൽ ഞങ്ങളതിന് കഴിയുന്നത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. സന്മനസ്സോടെ സാധുജനങ്ങളെ സഹായിക്കുവാൻ മുന്നോട്ട് വരുന്ന ഏറെ പേരുണ്ട്. അവർ ഈ സഹോദരരെ തങ്ങളുടെ ശുശ്രൂഷാ മേഖലയിൽ മുന്നേറുവാൻ സഹായിക്കുന്നു. ജന്മദിനം, വിവാഹ വാർഷികം തുടങ്ങിയ ആഘോഷവേളകൾ ഇവർക്കൊപ്പം ചെലവഴിക്കുവാൻ ഒരു നേരത്തെ ഭക്ഷണവുമായി ചിലർ എത്തുന്നു. ഒപ്പം മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്ന ലോകമെമ്പാടുമുള്ള അനേകർ ഇവർക്കൊപ്പം കൈകോർക്കുന്നു. ദൈവപരിപാലനയിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നതിൻ്റെ ഭാഗമായി സർക്കാരിൽ നിന്നുള്ള ഒരുവിധ ധനസഹായങ്ങളും ഈ പ്രവർത്തനങ്ങൾക്കായി ഇവർ സ്വീകരിക്കാറില്ല. പൈസയായിട്ട് കുറച്ച് സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ അതിൽ ഞങ്ങൾ കൽക്കട്ടയിൽ ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്. കൽക്കട്ട ഞങ്ങളെല്ലാ മാസവും അക്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ആവശ്യമുള്ളത് അത് നമ്മൾ പറയാൻ വന്നത്, ഞങ്ങൾക്ക് ഇവിടെ ഗവൺമെൻറ് യാതൊരു എയ്ഡും സ്വീകരിക്കാറില്ല. മദർ തെരേസയുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഇപ്പോഴും ഞങ്ങൾ ഗവൺമെൻറ് ഒരു എയ്ഡും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. കാരണം ഗോഡ്സ് പ്രൊവിഡൻസ്, ദൈവത്തിൻ്റെ പരിപാലനയിൽ കംപ്ലീറ്റ് ആശ്രയിക്കുന്നതിനുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങളിങ്ങനെ ഗവൺമെൻറ്റിനൊരു എയ്ഡ് സ്വീകരിക്കുന്നില്ല. അങ്ങനെ എല്ലാം ദൈവപരിപാലനയിൽ നടന്നുകൊണ്ട് പോകുന്നു. അരനൂറ്റാണ്ടിനിടയിൽ മദർ തെരേസയെ പിന്തുടർന്ന് നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ പടയാളികളാകുവാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന 400ഓളം സഹോദരന്മാർ ഇന്ന് ലോകമെമ്പാടും പ്രവർത്തന സജ്ജരായുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി മുതലുള്ള അനേക പുണ്യാത്മാക്കളുടെ ജീവിത മാതൃകയിലും ഈ ലോകത്തിൽ ദൈവിക കരുണയുടെ വക്താക്കളാകുവാനുള്ള തീഷ്ണതയിലുമാണ് ഇവരൊക്കെയും തങ്ങളുടെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്നത്. അതുപോലെ ഞങ്ങളിങ്ങനൊരു ബദർകൂട്ടിലേക്ക് ബദറാകാനായിട്ട് പലരും എന്നെ പേഴ്സണലി സംബന്ധിച്ചതുപോലെ അവരെ പോലെ ആകുവാനായിട്ടുള്ളൊരു വിളി. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കാണുന്നത് പോലെ ഞങ്ങൾക്ക് യൂണിഫോമൊന്നും ലോകമൊന്നും ഞങ്ങൾ ധരിക്കാത്തത് കൊണ്ടാണ്. അവരോട് കൂടെ താതാത്മ്യപ്പെടുവാനായിട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സാധാരണ ഡ്രസ്സൊക്കെ എല്ലാം സിമ്പിൾ ലൈഫ് സ്റ്റൈലാണ്. റിസ്റ്റ് വാച്ചോ മൊബൈൽ ഫോൺസ് അങ്ങനെയൊന്നും ഉപയോഗിക്കാതെ പോകുന്നു. കാരണം അവരോട് കൂടി ആയിരിക്കുമ്പോൾ അവരെ പോലെ ആകുക. അതുകൊണ്ടാണ് ഞങ്ങൾ മിക്കവാറും പേര് തന്നെ, എന്നെ സംബന്ധിച്ചോളം എനിക്ക് അസീസിയുടെ ചരിത്രം വായിച്ചു അതിന് ശേഷമാണ് ഞാനിങ്ങനെ തീരുമാനിക്കുന്നത്. ഞാൻ ബ്രദർഹുഡായിട്ട് സിമ്പിൾ സഹോദരനായിട്ട് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ശുശ്രൂഷിക്കാനായിട്ട് ഒരു തീരുമാനം എടുക്കുന്നത്. മിഷണറി ചാരിറ്റി ബ്രദേഴ്സ് മാത്രമാണ്, അങ്ങനെയായിട്ടാണ് ഞങ്ങൾ വിളിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ബ്രദേഴ്സ് ആയതുകൊണ്ട് അങ്ങനെയാണ് ഞങ്ങളിൽ പലരും അങ്ങനെ തീരുമാനിച്ചതുകൊണ്ടാണ്. കാലാതീതമായ സ്വാധീന ശക്തി തൻ്റെ ജീവിത വഴികളിലൂടെ സ്വായത്തമാക്കിയവളാണ് മദർ തെരേസ. ജീവിച്ചിരുന്നപ്പോഴും അതിനുശേഷവും ജ്വലിച്ചു നിൽക്കുന്ന കരുണയുടെ ദീപസ്തംഭമാണ് മദർ. വർഷങ്ങളോളം മദറുമായി അടുത്തിടപെടുകയും ആ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളവർ തങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരിക്കലും മായാത്ത ആ കാരുണ്യസ്പർശം ഇന്നും തിരിച്ചറിയുന്നു. കൽക്കട്ടയിൽ മദർ നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വലിയ കാളികാട്ടെന്ന് പറയും. ഈ സ്ട്രീറ്റിൽ കിടക്കുന്ന ആൾക്കാരെ കൊണ്ട് കോർപ്പറേഷൻ കൊണ്ട് അവിടെ കൊണ്ട് ഇടും. ഇപ്പം ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളും ഉണ്ട്, സെപ്പറേറ്റാണ്. ഞങ്ങൾ പോയി ആണുങ്ങളെ ശുശ്രൂഷിക്കും, ആണുങ്ങളെ കുളിപ്പിക്കുകയും. അന്ന് മദർ അവിടെ വരും. ഈ ഞായറാഴ്ച ദിവസം മദറും വന്ന് ഞങ്ങളിവിടെ ജോലി ചെയ്യും. ഈ മെന്മാരുടെ ടോയ്ലറ്റ് പോയി കഴുകുകയും റൂം എടുത്തുകൊണ്ട് കഴുകുകയൊക്കെ ചെയ്യും ഞങ്ങളുടെ കൂടെ. ഞങ്ങൾ പേഷ്യൻറ്റിനെ ഞങ്ങൾ കുളിപ്പിക്കും. പിന്നെ മദർ തന്നെ ഈ ഭക്ഷണം അവർക്ക് കോരി കൊടുക്കുകയും ചെയ്യും. സമയമൊക്കെ പോകും. ചില ഞായറാഴ്ച പുള്ളിയെല്ലാം മിക്ക ഞായറാഴ്ച കൽക്കട്ടയിൽ ഉള്ളപ്പോൾ മദർ ആ ഹോമിൽ വരും.
പിന്നെ മാത്രമേ ഞാൻ 67 മുതൽ മദറിനെ കാണുന്ന 67 97 മദർ മരിക്കുന്നത് 67 മുതൽ കാണുന്ന മദർ എൻ്റെ സിൽവർ ജൂബിലിയിൽ ഒരു കുറിപ്പ് എഴുതി തന്നിട്ടുണ്ട്. ഞാനിത് വെച്ചിട്ടുണ്ട്. ഈ ആധുനിക ലോകത്തിൽ ദൈവത്തിൻ്റെ അനന്ത കരുണയുടെ അപ്പോസ്തോലയായി പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രേഷിതയായിരുന്നു മദർ തെരേസ. ആ ജീവിതം എക്കാലത്തെയും മനുഷ്യാത്മാക്കൾക്ക് കാരുണ്യത്തിൻ്റെ ദൈവിക സ്പർശമാണ്. ഇനിയും അനേകായിരങ്ങൾക്ക് തങ്ങളുടെ വിളി തിരിച്ചറിയുവാനുള്ള മാർഗദീപമാണ്. ആ അമ്മയുടെ മാതൃകയിൽ അശരണർക്കും രോഗികൾക്കും ആലംബമായി മാറുന്ന എല്ലാ ശുശ്രൂഷകർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.